എനിക്കെന്നേ തോന്നിയിരുന്നു ഇതിലെന്തോ ഉടായിപ്പുണ്ടെന്ന്. നിങ്ങൾക്കത് മനസ്സിലായില്ല. ഈ കാർന്നോന്മാർക്കൊരു വിചാരമുണ്ട്, അവരെല്ലാം തികഞ്ഞവരാന്ന്. ബാക്കിയുള്ളവരൊന്നും അറിയാത്തവരും. എന്നാലോ എല്ലാ ഉടായ്പകളും അവർ ചെയ്യുകയും ചെയ്യും. ഡാ, നീ പഴയ TG രവിയുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? എന്റെ പൊന്ന് നിന്നി, നീ ഒന്ന് മിണ്ടാതിരി. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുമ്പോൾ അവളുടെ ഓടുക. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ അന്നേ പറഞ്ഞതാ, നിങ്ങൾ രണ്ടാളും പോയി സംസാരിച്ച് തീർക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റും. എടാ, നീ ഇപ്പൊ അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരുപക്ഷെ അവരെന്തെങ്കിലും കെണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിലോ? നീ ഒരു കാര്യം ചെയ്യും, നമ്മളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണെന്നും അവളോട് ആരും അറിയാണ്ട് പുറത്തിറങ്ങി വരാനും പറ. മായ, ഞങ്ങൾ അങ്ങോട്ട് വരിക. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കാറുമായി പുറത്ത് വെയിറ്റ് ചെയ്യാം. നീ ആരും അറിയാതെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വാ. അങ്ങനെ വരാൻ ഞാനില്ല. വരുന്നെങ്കിൽ അവരുടെ മുന്നിൽ കൂടി ഞാൻ നിന്നോടൊപ്പം വരാം. ദൈവമേ, പണിപ്പാളി. ഹലോ ആന്റി, എന്തൊക്കെയുണ്ട്? എന്താ ആന്റി? ആന്റി, ഞാനാ റോയ്. ആന്റി, ആന്റി, എല്ലാരെയും ഒന്ന് വിളിക്കൂ ആന്റി. പേടിക്കല്ലേ, ഞാനില്ലേ. ആന്റി, എല്ലാവർക്കും ചായ എടുത്തോളൂ. അങ്കിളിന് ചായ അല്ലേ? അല്ല മോനെ, കാപ്പി. ഒരു കാപ്പി. എന്താ അങ്കിൾ ഇത്? നമ്മൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തതല്ലേ, എന്നിട്ട് മായ ഇവിടെ പൂട്ടിയിടുന്നത് ശരിയാണോ? നിന്നെ ഇവരാരെങ്കിലും ഉപദ്രവിച്ചോ? അവൾ എന്റെ മകളാ. അവളെ ഞാൻ വളർത്തും, തല്ലും, കൊല്ലും. നീ ആരാടാ അത് ചോദിക്കാൻ? ഇവളെ സ്നേഹം കൊടുത്ത് വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഇത്രത്തോളമാക്കി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മണ്ണെണ്ണ എവിടെ? ഞാൻ ജീവിക്കാൻ പോകുന്നത് അവന്റെ കൂടെയാ, നിങ്ങളുടെ കൂടെ അല്ല. ഇനിയെങ്കിലും ഒന്ന് പോയി കുളിക്ക് മനുഷ്യ. ഒരു സിനിമയും കണ്ട് വന്നോളും. TG രവി. ഇരിക്കും. ഇപ്പോൾ സമയം 5:30 മണി. ഞാനിവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. രാവിലെ ഒരു പോലീസ് ജീപ്പ് വന്ന് അച്ഛനെയും മോളെയും കയറ്റിക്കൊണ്ടുപോകും. മായ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾക്കിനിയും 2 പെമ്മക്കളാണ്. അവരുടെ ഭാവിയെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. നിനക്ക്
നിനക്ക് യാതൊരു വിഷമമില്ലേ? വിഷമിക്കാൻ വേണ്ടിട്ടല്ലല്ലോ, നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. ബാഗാ, വേഗം കേറിക്കോ. നിന്റെ അച്ഛന്റെ മനസ്സിനി മാറണ്ട. ഹൗ റൊമാൻറ്റിക്. നീയും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവാടാ. പിന്നെന്താ, നീ വീട്ടിൽ പോയിരിക്ക്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, നിന്നെ കാണുമ്പോൾ തന്നെ വീട്ടുകാർ സമ്മതിക്കും. പിന്നല്ല. ഞാനിപ്പോ വരാം. അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അവനോട് അങ്ങേയറ്റം മോശമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ഏതൊരാൾക്കും അഭിമാനം ഉണ്ടാവുമല്ലോ, അതേ അവനും കാണിച്ചുള്ളൂ. ഞാൻ ഇറങ്ങുക മോളെ. ആ ശരി. പാല് മേടിക്കാൻ പോയതാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഞങ്ങൾക്കാരോടും പിണക്കമൊന്നുമില്ല അങ്കിൾ. ഞങ്ങളോട് ദേഷ്യവും തോന്നരുത്. ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയുന്നില്ല. എനിക്കറിയാം എൻ്റെ മോളെ നീ നന്നായി നോക്കുന്നുണ്ടെന്ന്. അന്നത്തെ സംഭവത്തിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതൊക്കെ മറക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ വരണം. ശരി അങ്കിൾ. ഇറങ്ങട്ടെ. ശരി. അപ്പൊ നിനക്ക് കരയാനും അറിയാല്ലേ? ഷോ പൊടപ്പട്ടി. വണ്ടി എന്തിനാ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നെ? ഓഫീസിലേക്ക് പോകുന്നില്ലേ? നീ കംപ്ലൈന്റ് ചെയ്യും അല്ലേടി?